ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു എന്താ പറയുക എമിഗ്രൻസ്, അതായത് നാട്ടിൽ നിന്ന് ജോലിയുടെ ആവശ്യവുമായിട്ട് എന്താ പറയുക പുറം രാജ്യത്ത് യൂറോപ്യൻ കൺട്രീസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഇറ്റലി എന്ന് പറയുന്ന നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു യൂറോപ്യൻ കൺട്രിയാണ് ഇറ്റലി എന്ന് പറയുന്നത്. ഇറ്റലി എന്ന് പറയുന്ന നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അതായത് നിങ്ങൾ എങ്ങനെ വരുന്നു, അതായത് ഏജൻസി വഴിയായിരിക്കാം നിങ്ങൾ വരുന്നത്, ചിലർ നേരിട്ട് ചെയ്യുന്നതായിരിക്കാം, എങ്ങനെയാണെങ്കിൽ ഓക്കെ. അങ്ങനെ വരുന്ന ആൾക്കാർ അവർക്ക് ഞാൻ വന്നതിൻ്റെ ഒരു ചെറിയൊരു ഇത് ഞാൻ പറയുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അത് കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, കാരണം അത് ലീഗൽ വശങ്ങളാണ്. എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതുകൂടാതെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എന്താ പറയുക, അതൊരു ഉപകാരം ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ വന്നതും എനിക്ക് വന്ന എൻ്റെ ലീഗൽ വശങ്ങളുമാണ് ഞാനിപ്പോൾ പറയുന്നത്. പൈസയോ മറ്റു കാര്യങ്ങളോ ഇത്ര രൂപ വന്നു, ഇത്ര ലക്ഷം വന്നു, അതൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഓരോ ഏജൻസികളും ഓരോ തരത്തിലായിരിക്കും. ഞാൻ വന്ന വഴിയും എന്തൊക്കെ സ്റ്റെപ്സ് ഞാൻ എടുക്കേണ്ടി വന്നു എന്നുള്ളതും ഞാൻ മെൻഷൻ ചെയ്യാം. പക്ഷേ ഇത്ര ലക്ഷം വേണം, ഇത്ര രൂപ വേണം, അങ്ങനെ വേണം, ഇന്ന ഏജൻസി റെക്കമെൻഡേഷൻ ഒന്നുമില്ല. ജോലിയുമായി ബന്ധപ്പെട്ടത് അപ്പോഴും ഞാൻ പറയുന്നു, ലീഗലായിട്ടുള്ളതും നിങ്ങൾക്ക് കയറി വരാനായിട്ടുള്ളത് അത് തുടരെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് ഇപ്പോഴേ ഇങ്ങനെ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. അതാണ് സംഭവം. ഞാനപ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു എന്താ പറയുക, ചെറിയ ഫസ്റ്റ് നിങ്ങൾ കയറി വരേണ്ട ആ ഒരു ഇത് ഞാൻ ചെറിയ ഒരു രീതിയിൽ പറയാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്യാണ്, ഇറ്റലിയിലോട്ട് നേരിട്ട് അപ്ലൈ ചെയ്യാണ്. ഈ സമയത്ത് ഇറ്റലിയിൽ വിസ അടിക്കുന്നുണ്ടോ അടിക്കുന്നില്ല അതൊന്നുമല്ല ഞാനിപ്പോഴും പറയുന്നു. ഞാനിപ്പോൾ ഈ പറയുന്നത്, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇപ്പം ഇറ്റലിയിലോട്ട് വിസ അടിക്കുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഞാൻ അപ്പോഴും അത് പറയാണ്, ലീഗൽ വശങ്ങൾ എനിക്കറിയില്ല. ഇറ്റലിയിലോട്ട് നേരിട്ട് വിസ അടിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഞാൻ വന്ന സമയത്ത് ഞാനിപ്പോഴും പറയുന്നു, എൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ വന്നത് ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിലെ പാരീസിനടുത്തായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ വന്നപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ നാടൊക്കെ കാണാൻ വന്ന ഒരു എമിഗ്രൻ്റ് അല്ലെങ്കിൽ ജോലി എന്നുള്ളതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്ത ഓപ്ഷൻ, ഞാൻ ജസ്റ്റ് ട്രാവലിംഗ്, അതായത് നാട് കാണാനൊക്കെ ആയിട്ട് എന്ന് പറയാം, ഒരു ടൂറിസ്റ്റ് പോലെ യൂറോപ്യൻ കൺട്രീസിലേക്ക് ടിക്കറ്റ് എടുത്തു. ഞാൻ ഫ്രാൻസ് ആണ് പ്രിഫർ ചെയ്തത്. ഫ്രാൻസ്, അതിന് പാരീസ് അടുത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ന് പറയുക പ്രിഫർ ചെയ്തത്. അപ്പോൾ നമുക്ക് വിസ വേഗം അടിച്ചു കിട്ടി. ഞാൻ പറഞ്ഞു, പൈസയൊന്നും ഞാൻ പറയുന്നില്ല, അതെല്ലാം ലീഗൽ വശങ്ങളാണ്, അതൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് വിസ അടിച്ചു കിട്ടി. ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ എനിക്ക് വിസ അടിച്ചു കിട്ടി. അതാണ് സത്യാവസ്ഥ. നമ്മൾ വെച്ച ഡോക്യുമെൻറ്റും മറ്റു കാര്യങ്ങളും അതിനനുസരിച്ചിരിക്കും വിസ അടിക്കുന്നതിൻ്റെ. അതായത് അവരെ വിസ അടിക്കാനായിട്ട് അത് അത്രയും അവർ വിശ്വസിക്കണം. നമ്മൾ വെക്കുന്ന ഓരോ ഡോക്യുമെൻറ്റും അവർ വിശ്വസിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് വിസ അടിക്കുള്ളൂ. എൻ്റെ ഫസ്റ്റ് തന്നെ അടിച്ചു കിട്ടി. ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ വെച്ചപ്പോൾ തന്നെ എനിക്ക് വിസ അടിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രാൻസിലേക്ക് വിസ കിട്ടി. ഞാൻ ഫ്രാൻസിൽ വന്നു, പാരീസിൽ വന്നു. 1 ഡേ, അതായത് ഇന്നിപ്പോൾ വന്ന് ഇറങ്ങി ഞാൻ അവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു. മുമ്പ് ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ എന്ന് പറയുന്നത് വളരെ അടുത്തും എക്സ്പെൻസീവും ആയിരുന്നു. എന്നാൽ ഞാൻ ആ ഹോട്ടൽ ഞാൻ ക്യാൻസൽ ചെയ്തു. ജസ്റ്റ് അവരുടെ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് മാത്രം എൻ്റെ കയ്യിലുണ്ടാകുന്നുള്ളൂ. ഞാൻ അതിന് ശേഷം ഒരു ലോക്കൽ എന്ന് പറഞ്ഞു, ഇവിടെ ഫ്രാൻസിൽ ഒരിക്കലും ലോക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ അങ്ങനെ വെച്ച് നോക്കരുത്, കുഴപ്പമില്ലാത്ത ഒരു ചെറിയൊരു റൂം എടുത്തു. അവിടെ, അതായത് വന്നിറങ്ങിയ അന്നും പിറ്റേ ദിവസം ഉച്ച വരെ ഞാൻ അവിടെ നിന്നു. അവിടെ നിന്നതിന് ശേഷം ആ സമയത്ത് ബസ് വഴിയാണ്. കാരണം പിന്നെ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ നോക്കേണ്ടി വന്നിരുന്നു. ചിലർ ഫ്ലൈറ്റ് എടുക്കുന്നവരുണ്ട്. എൻ്റെ കയ്യിലെ പൈസയും ചെക്കിങ്ങും മറ്റു കാര്യങ്ങളും, കാരണം ഞാൻ കോവിഡ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഞാനിവിടെ വന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് ചെക്കിംഗ് ഒക്കെ ഭയങ്കരമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബസ് പ്രിഫർ ചെയ്തതും ആ ബസ്സാണ് ഞാൻ എടുത്തതും. ബസ് എടുത്തു. അവിടെ നിന്ന് ഞാൻ റോമിലേക്ക് എത്തി. റോമിൽ വന്നു. അവിടെ അറിയാവുന്നൊരു ബന്ധു ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നു ഒരു ദിവസം. പിറ്റേ ദിവസം ഞാൻ വന്നത് ശരിക്കും പറഞ്ഞാൽ സിസിലിയയിലേക്കാണ്. സിസിലിയ എന്ന് പറയുന്നത് ഇറ്റലിയിൽ തന്നെ. വന്നത് ട്രെയിനാണ്.
റോമിൽ നിന്ന് സിസിലിയയിലേക്ക് വന്നത് ട്രെയിനാണ്. റോം, സിസിലിയ, സലേർണോ ഇങ്ങനെയുള്ള ഓരോ പ്രൊവിൻഷ്യകളാണ്. അതിലെ സിസിലിയയിലാണ് ഞാൻ. റോമിൽ നിന്ന് നേരെ സിസിലിയയിൽ ഞാൻ വന്നു. സിസിലിയയിൽ എന്താ പറയുക, റോമിൽ ഞാൻ 2-3 ദിവസം നിന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സിസിലിയയിലേക്ക് വരുന്നത്. അവിടെ വന്ന് കുറച്ച് നാൾ ഞാൻ അവിടെ ജോലി ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്നാണ് ഞാൻ സലേർണ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നത്. സലേർണോ എന്നാണ് പറയുക. സലേർണോ പ്രൊവിൻഷ്യ, നാപ്പോളി പ്രൊവിൻഷ്യ എന്നൊക്കെ പറയും. ഈ ഏരിയയിൽ ഞാൻ ആദ്യം വന്ന നാപ്പോളിയാണ്. അവിടെ നിന്ന് ഞാൻ വിളിച്ച് പറഞ്ഞൊരു ബന്ധു വഴി വിളിച്ച് പറഞ്ഞ ഒരു അക്കോമഡേഷൻ ഉണ്ടായിരുന്നു. അവിടേക്ക് വന്നു. അങ്ങനെ ഞാൻ എത്തി. സലേർണോ പ്രൊവിൻഷ്യയിൽ വന്നു. അവിടെ താമസമായി. അവിടെ ജോലിക്ക് വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടി. അതൊക്കെ ഞാൻ അടുത്ത സെക്ഷനായിട്ട് പറയാം. ഇങ്ങനെയാണ് ഞാൻ ഇറ്റലിയിലെത്തിയത്. എനിക്ക് എന്താ പറയുക, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് എന്താ പറയുക, കുറേ ചെക്കിങ്, മറ്റ് ബസ്സാണെങ്കിലും ചെക്കിങ് ഉണ്ടായിരുന്നു. ബസ് മാറി കയറേണ്ടതുണ്ടായിരുന്നു. ഞാൻ നട്ടപ്പാതിരക്കൊക്കെ വഴിയിലൊക്കെ നിന്നിട്ട് എന്താ പറയുക, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടാണ് നമ്മളത് കുറേ കഷ്ടപ്പെട്ടു. പക്ഷേ എന്താ പറയുക, നമ്മൾ ധൈര്യം ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാം എന്നുള്ള ഒരു സംഭവമാണ്. ആ ധൈര്യം എനിക്കുള്ളതുകൊണ്ട് ഞാൻ കുഴപ്പമൊന്നുമില്ലാണ്ട് എത്തി. എന്താ പറയുക, അങ്ങനെ സലേർണോയിൽ ഞാൻ എത്തി. ഞാൻ ചെക്കിങ് എന്ന് പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ചെക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്, എന്നെ സംബന്ധിച്ച് എനിക്ക് ആകെ 3 മാസമേ എനിക്ക് വിസ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമുക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് ഉള്ള വിസ എനിക്ക് 3 മാസമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും, പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം പോലീസ് ചെക്കിങ്ങും എമിഗ്രൻസ് അല്ലെങ്കിൽ കുടിയേറ്റക്കാർ അങ്ങനെയുള്ള തരത്തിലുള്ള ചെക്കിങ്ങുകൾ വളരെയധികം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ചെക്കിങ്ങിനെ കുറച്ചൊക്കെ നമ്മൾ പേടിക്കണം. കാരണം എന്തിനിങ്ങനെ പോകുന്നു എന്ന് അങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻസിന് നമ്മൾ തക്കതായ ഒരു മറുപടി പറയാൻ പറ്റിയില്ലെങ്കിൽ അതൊരു പ്രോബ്ലം തന്നെയാണ്. അവർ നാട്ടിലേക്ക് കയറ്റി വിടും. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു നമ്മുടെ പാസ്പോർട്ടിലൊരു ബ്ലാക്ക് മാർക്ക് വരും നമുക്ക്. അപ്പോൾ നമുക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ടാണ് ആ ചെക്കിങ്ങിന് നമ്മൾ കുറച്ചൊക്കെ പേടിക്കണം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ കാണുമ്പോഴേക്കിനും അയ്യോ എന്ന് പറഞ്ഞ് വീഴേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, അവരുടെ ജോലിയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ബോൾഡായി എങ്ങനെ സംസാരിക്കുന്നു അതിനനുസരിച്ചിരിക്കും അവരും നമ്മളുമായിട്ടുള്ള ആ ഒരു എന്താ പറയുക, അവർക്ക് തോന്നുകയാണ് ഇവരിപ്പോൾ അത്ര പ്രശ്നമുള്ള ആൾക്കാരല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വിജയമാണ്. നമുക്കത് വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്ന ഒറ്റൊരു ഇതേ ഉള്ളൂ. നമ്മൾ ബോൾഡായി നിൽക്കുക, നമ്മൾ ബോൾഡായി സംസാരിക്കുക. അവർ ചോദിക്കുന്നതിനുള്ള ഉത്തരങ്ങൾ നമുക്കറിയാം. കുറേയൊക്കെ അവരെന്തായിരിക്കും ചോദിക്കുക ഉദ്ദേശം, നിങ്ങളെവിടെ പോകുന്നു, എന്തിനു പോകുന്നു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങളുടെ പാസ്പോർട്ടിൽ വിസയുണ്ടോ, ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ എപ്പോഴും പറയുന്ന അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത്, ഞാൻ ഇറ്റലിയിൽ ജോലി ചെയ്യണം എന്നുള്ളൊരു സംഭവത്തിലായിരുന്നു. ഞാൻ ഇറ്റലിയിൽ ജോലി ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഫ്രാൻസിലാണ് വന്നിറങ്ങിയത്. ഫ്രാൻസിൽ സമയം കളയാതെ ഞാൻ വേഗം തന്നെ ഇറ്റലിയിലോട്ട് വേഗം തന്നെ എത്താൻ ശ്രമിച്ചു. വിസ തീരുന്നത് വരെ കാത്തു നിന്നാൽ നമ്മൾ എത്തുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോരുന്ന ആ ട്രാവലിങ്ങിൽ ചെക്കിങ്ങോ മറ്റു, കാരണം ട്രെയിൻ, ബസ്, പല സംഭവങ്ങളും ഉണ്ട്. ഈ പറയുന്ന എല്ലാത്തിലും ചെക്കിങ്ങും ഉണ്ട്. അതാണ് സത്യാവസ്ഥ. അങ്ങനെ ആ ഒരു ചെക്കിങ്ങിന് എന്താ പറയുക, പെടാതിരിക്കണമെങ്കിൽ നമ്മൾ വിസയുള്ളപ്പോൾ ട്രാവൽ ചെയ്യണം. അതാണ് സത്യാവസ്ഥ. നമുക്ക് വിസയുള്ളപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ അവർക്കൊന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ക്യാഷ്, നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് പോകാൻ അല്ലെങ്കിൽ ഇത്രയും ദിവസം നിൽക്കാനുള്ള, അതൊക്കെ നമ്മൾ ടിക്കറ്റോ മറ്റു കാര്യങ്ങളൊക്കെ വിസയൊക്കെ അടിക്കുമ്പോൾ തന്നെ അവർ പറയും ഇത്ര കാശ് കയ്യിൽ വെക്കണം. കാരണം അവരെ ചിലവർ വളരെ റെയറായിട്ട്, അങ്ങനെ ഞാൻ പറയുള്ളൂ. കാരണം അവർ എന്താ പറയുക, നമ്മളെ എമിഗ്രൻസ് അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക, ഇവിടെ വന്ന് നിന്ന് പോകുമെന്നുള്ള, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ട്രാവലിങ്ങിനാണ് വരുന്നത്. നമ്മൾ യൂറോപ്യൻ കൺട്രീസിൽ ചുറ്റി കാണാൻ വരുന്നു എന്നുള്ള ഒരു തരത്തിലാണ് നമ്മൾ വരുന്നത്. അല്ലാതെ ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മുമ്പിൽ നിൽക്കുന്നത്. പരമാവധി വേഗം തന്നെ ഇറ്റലിയിലേക്ക് എത്താൻ നോക്കുക. ഇറ്റലിയിലേക്ക് നേരിട്ട് വിസ അടിക്കാത്തവരുടെ കാര്യമാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കാര്യം, എനിക്ക് നേരിട്ട് വിസ കിട്ടിയില്ല സത്യത്തിൽ. അതുകൊണ്ടാണ് മറ്റൊരു നാട്ടിലേക്ക് അടിച്ച വിസ അവിടെ നിന്ന് എന്താ പറയുക, ഇറ്റലിയിലേക്ക് ബസ്സും ട്രെയിനും വഴി ഞാൻ പരമാവധി വേഗം തന്നെ എത്തി. ഇറ്റലിയിൽ പിന്നെ എന്താ പറയുക, കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക, വിസ ഇല്ലെങ്കിലും കുറേയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു നാട് എന്ന് പറയുന്നത് ഇറ്റലി തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിലാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായമൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ വിസ ഇല്ലെങ്കിലും കുറച്ചൊക്കെ ജോലിയൊക്കെ ചെയ്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു നാട് എന്ന് പറയുന്നത് ഇറ്റലി തന്നെയാണ്.
നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഈ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല സംശയങ്ങളും ചിലപ്പോൾ ഞാൻ പറയുന്ന എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്ന പോലും എനിക്കില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളെ പറ്റിയിട്ട്. പക്ഷേ ഞാൻ യൂട്യൂബിലും മറ്റൊക്കെ കാണുമ്പോൾ പല വീഡിയോസിലും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. എൻ്റെ അല്ല കേട്ടോ, പല വീഡിയോസിലും ഞാൻ ആൾക്കാർ അന്വേഷിക്കുന്നതും പല ആൾക്കാരും നമുക്കറിയാം ജോലിക്ക് വേണ്ടിയിട്ട് കുറേ ചെറുപ്പക്കാരും ഒക്കെ, ചെറുപ്പക്കാരെന്നല്ല ഏത് തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ എന്താ പറയുക ജോലിക്ക് വേണ്ടിയിട്ട് ഇറ്റലി എങ്ങനെയാണ് മറ്റു രാജ്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ കമൻസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പോൾ പറഞ്ഞത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു എന്താ പറയുക കുറച്ചൊക്കെ നമുക്ക് എന്താ പറയുക ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ ഇതിലെ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ കമൻ്റ് ആയിട്ടോ ഇടാവുന്നതാണ്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഇറ്റലീനെ പറ്റി ഞാനിപ്പോഴും പറയുന്നു, നിങ്ങൾക്കൊരു ഏജൻസിനെ പ്രിഫർ ചെയ്യാനോ അല്ലെങ്കിൽ ഇന്നതിന് ഇത്ര ക്യാഷായി ഇന്നതിന് ഇത്ര ക്യാഷായി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അല്ലാതെ കോമൺ ആയിട്ട് വരുന്ന എന്തെങ്കിലും ട്രാവലിങ്ങിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ സ്ഥലങ്ങളിൽ വന്ന് എങ്ങനെയുണ്ടായിരിക്കും, ഇറ്റലിയിലെ രാജ്യങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഏത് സ്ഥലത്താണ് ജോലി ഓഫറുകൾ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, എങ്ങനത്തെ തരത്തിലുള്ള ജോലികളാണ്, ഇതെല്ലാം ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റിലായിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് എന്താണ് ഇറ്റലീനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തറിയണം എന്നുള്ളത് നിങ്ങൾ എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഓക്കെയാണ്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കമൻറ്റിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജും ഐഡിയും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നതാണ്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും.